ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ നന്ദമോളുടെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 29 ജൂൺ. അപ്പോൾ ഇന്ന് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ബുർജുമാൻ മാളിലുള്ളത്. നേരെ നമുക്കിനി സെൻട്രോയിലേക്ക് പോകണം. ബുർജുമാൻ മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെൻട്രോ. അപ്പോൾ നേരെ അവിടെ പോയിട്ട് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വാങ്ങുന്നു, നാളെ പോകുന്നു, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പോൾ നന്ദമോള് നമ്മളെ ദിവ്യയുടെ, അതായത് അമ്മുവിൻ്റെ ഫ്രണ്ട് ദിവ്യയുടെ ചേച്ചിയുടെ മകളാണ്. അപ്പോൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കും നന്ദമോളെ കുറിച്ച് അറിയില്ല, അതുകൊണ്ടാണ് നന്ദമോളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല, സെൻട്രലിൽ. നമ്മളിപ്പം ഗിഫ്റ്റ് വാങ്ങാൻ വന്നിട്ടുള്ളത് നമ്മൾ സെൻട്രലാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കണ്ട ഒരുപാട് ടെഡി ഐറ്റംസ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്കിൻ്റെ അകത്തുനിന്ന് ഒരു ടെഡി എടുക്കാം. റെഡ് കളർ എടുക്കാം. റെഡാ? ഒരുപാട് റെഡ് കളറില് കാണുന്ന ഏതാ രസം? എനിക്കത് ഇഷ്ടമായ. അപ്പോൾ നമുക്കൊരു റെഡ് എടുക്കാം. പിന്നെ എടുക്കണ്ട, ഡ്രസ്സ് വാങ്ങിക്കാം അല്ലേ? അപ്പോൾ നമ്മളത് ടെഡി എടുക്കും, പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങിക്കും, എന്നിട്ട് നമുക്ക് കുട്ടി ബാഗ് മേടിച്ചാലോ? ഒരു ക്യാപ്പും ഒരു കുട്ടി ബാഗും. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുന്ന് മേടിക്കാൻ പോകുന്നത്. എന്താ എടുത്ത? ഒരു തൊപ്പിയും ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ട്. കട്ടിക്കുട്ട എൻ്റെ ആവശ്യമുണ്ട് പോരെ. ഇനി ഈ ഡ്രസ്സിനൊക്കെ നമുക്കൊരു പേഴ്സ് എടുത്താലോ? ഒരു ബാഗ് എടുത്താലോ? മാറ്റണോ? ശരിക്കൊരു മദാമിയായി. ഇതാ നല്ലത് നോക്കാം നമുക്ക്. ഇതിനകത്ത് സെലക്ട് ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ട് കളക്ഷൻ. ഇതിനകത്ത് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ടെഡി ആയിട്ടുണ്ട്. പൊന്നു കാണിച്ചേ. പേഴ്സ്, തൊപ്പി, ഡ്രസ്സ്, അപ്പോൾ എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗിഫ്റ്റ് ആക്കണം, ഒരു ബോക്സ് ആക്കണം. ബോക്സ് ഓപ്പി നടക്കണം. ഇതാണോ? ചെറുതല്ലേ? ബോക്സ് കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇപ്പം സ്റ്റേഡിയം ഇറങ്ങി. കാർത്തി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ, കാർത്തി ഇവിടെ നിൽക്കുന്നുണ്ടാണ്. അല്ല ഗൈസ്, ചെക്കനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ F24 ബസ് അവിടെ ഉണ്ട്. നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോകുന്നു. ബസ് കയറി ഗൈസ്. കാർത്തിച്ചേട്ടൻ നമുക്ക് മേലെ പോലെ മേലെ കയറുക. ഡബിൾ ഡെക്കർ ബസ് കയറിയിട്ടില്ല. ടോപ്പിൽ ഡബിൾ ഡെക്കറിൽ ടോപ്പിൽ ഫ്രണ്ട് സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ബസ് ഇറങ്ങിയതാ. ബസ് ഇറങ്ങിയ ആരാണ വെയിലുണ്ടോടാ? ചൂടുണ്ടോ? തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് പിന്നെ ഒലിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇനി എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? ഇനി ഈ കുഞ്ഞു പാലം കണ്ടോ? ഈ കുഞ്ഞു പാലം ഒന്ന് കയറി ഇറങ്ങണം. അതായത് കുഞ്ഞുപാലം. ഇതാണ് ശിവൻ പറഞ്ഞ കുഞ്ഞുപാലം. പറയുന്നത് ഇതിന്റെ ഒരു കാല് ദുബായിലും ഒരു കാല് ഷാർജയിലാണെന്നാണ് പറയുന്നത്. കേട്ടിട്ടുള്ള അറിവാണ്, ശരിയാണെന്ന് അറിയത്തില്ല. ഇതിന്റെ ഒരു കാല് ദുബായിലും മറ്റേ കാല് ഷാർജ. അപ്പോൾ അത് ഷാർജ, ഇത് ദുബായ്. അങ്ങനെ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ഗൈസ്. നല്ല വെയിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാലൊക്കെ നടന്നിറങ്ങി നേരെ ഷാർജയിലോട്ട് പോവാണ്. ഇനി ഇവിടുന്ന് ടാക്സിക്കെല്ലാം കൊണ്ട് ടാക്സിക്ക് എത്ര മിനിറ്റ് ഉണ്ട്? ബ്ലോക്കൊന്നും ഇല്ല എങ്കിൽ നമ്മളൊരു 15 മിനിറ്റ്.
അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എടുക്കും. ഞായറാഴ്ചയാണ് പൊതുവെ ഇന്ന് അവധിയായതുകൊണ്ട് ബ്ലോക്കിലാണെന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ടാക്സിയും കൂടെ കിട്ടണം. ടാക്സി ഇതല്ലേ ടാക്സി, ഫ്രണ്ടിലെ ടാക്സി ഇതാ ആണല്ലേ? കയറാം. നമ്മളിന്ന് ലക്കിയാണ്, നമ്മൾ ഭാഗ്യവാന്മാരാണ് ഗൈസ്. ഒരു ടാക്സി ഇതാ ഓൺ ദ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാ പണി എടുക്കുന്നത്? മാപ്പ്. ഓ, റൂട്ട് പറഞ്ഞു കൊടുക്കണം. അടുത്ത റൂട്ട് പറഞ്ഞു കൊടുക്കണം ഗൈസ്. 15 മിനിറ്റ്. ഷാർജ. അപ്പോൾ ഓക്കെ, സെറ്റ്. ശരിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ വേർത്താടാ? വേർക്കില്ലടാ, ഞാൻ ചുമ്മാ ഇരുന്നാലും വേർക്കും. ഞാൻ ഈ വെയിലത്ത് വേർത്തൊരുമാതിരി ആയി ഗൈസ്. നമ്മൾ കൂടെ വേറെ ആളും കൂടി ഉണ്ട്. അവൻ ഇപ്പോഴാണ് കാണിച്ചു തന്നത്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് തുളുമ്പിയതേ ഉള്ളൂ. ഇതാണ് ഇൻട്രൊഡ്യൂസിങ് മൈ കുട്ടപ്പൻ. എൻ്റെ കുട്ടപ്പനായത്. ഞങ്ങൾ ഓഗസ്റ്റിൽ നാട്ടിൽ പോകണം. അപ്പം കുട്ടപ്പനെ ഷാർജയിലേക്ക് പാക്ക് ചെയ്യാം. കുട്ടപ്പനെ കാണിച്ച് സെറ്റ്. ഫൈറ്ററാണോ ഫൈറ്റർ? ഇനി കുട്ടപ്പൻ ഷാർജയിലാണ്. ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകും. കുട്ടപ്പൻ്റെ ഒരു ഭാഗ്യം. കുറച്ചാൾ ദുബായിൽ നിൽക്കും, പിന്നെ ഷാർജയിലേക്ക്, പിന്നെ ദുബായിലേക്ക് വരും. തിരിച്ചുകൊണ്ടുവരും. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ടുവരും. അതെ, കുട്ടപ്പൻ്റെ ഒരു ഭാഗ്യം. അവിടെ തുറന്ന് ഇറങ്ങിക്കൂടെ? അങ്ങനെ ഇറങ്ങി ഗായ്സ്. അപ്പുറത്ത് ബിൽഡിങ്ങാ നടക്കണേ ഇനിയും. ഓക്കെ, ഞാൻ അവസാനം ഇവിടെ എത്തി. എത്രയാടാ സമയം? 9:40. 9:40 1 മണിക്കൂർ എടുത്തോല്ലേ? 1 മണിക്കൂർ എടുത്തു. മേക്കപ്പില്ലാത്തൊരു സാധനം. ഹായ് ചേച്ചി. പീസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നന്ദമോളെ കേക്ക്. നമ്മൾ റൂമിലെത്തി. അടുത്ത് പണ്ടാരടങ്ങി. ഇപ്പാന്നൊരു സ്വർക്കം കിട്ടിയ ഫീല്. അയ്യോ, ഇതാര്? നന്ദമോൾ ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ എൻ്റെ മോളുഷേ. എൻ്റെ ഗിഫ്റ്റ് 4 വർഷം അമ്മയായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. 4 വർഷമായോ? 4 വർഷത്തോളമായി. 2 വയസ്സ് ബർത്ത്ഡേ ദുബായിക്ക് പോകുന്നത്. മേക്കപ്പ് ചെയ്തോ? എൻ്റെ മോള് അങ്ങനെ ചായ കുടിക്കണം കേസ്. ചായ കുടിക്കാണ്ട് ഇറങ്ങിയത്. അമ്മ ദോശയാക്കി തന്നു. ജിലേബി ലഡു ഒക്കെ എടുത്ത് കഴിക്കും കുട്ടികളെ. ചായ കുടിക്കണം. ഇതാണ് ചിപ്പ ചേച്ചി. ഹലോ, പോയി പണിയെടുക്കടാ. വീർപ്പിക്ക് ചേച്ചി ഇവിടെ. ഇത് അതാ വീണു. ആർച്ചാണ് ചേച്ചി. അതാ ആർച്ചല്ലേ? ആർച്ചാക്കാനുള്ള ഉദ്ദേശമാണ്. എന്താവുന്നതോ അത് നിൽക്കോ? നിർത്തും. നമ്മളെ ഇത് കാണിച്ച് ലൈറ്റ് കത്തിക്ക്. ചെരുപ്പിന്റെ സ്കെച്ചേഴ്സിന്റെ ചെരുപ്പ് ഉണ്ടാ നമ്മളെ. അങ്ങനെ പറയാനുള്ളൂ. പേരെന്താ? ഷിനു. ഇതാ നമ്മുടെ ഷിനു ബ്രോ. ഇത് നമ്മുടെ ഷിനു ബ്രോ. മനു ബ്രോ. അശ്വിൻ ബ്രോ. അശ്വിൻ ബ്രോ കല്യാണം. അതാ ഒരു കുഞ്ഞി നന്ദമോളപ്പുറം വേറൊരു കുഞ്ഞി. കുഞ്ഞിന്റെ പേരെന്താ? അശ്വതി അച്ചു. ഇതല്ലേ അശ്വതി അച്ചു? ഇതാണ് അശ്വതി അച്ചു. ഫേസ്ബുക്കിൽ വളഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന. ആ ഇല്ല, രണ്ടുപേരും കൈ പിടിച്ചോ. ആരാ പാട്ടാടുന്ന? ആരാ?
birthday to you. Happy birthday to you. Happy birthday, Nanda. Happy birthday to you. Dari kayak di masa tua. അടുത്തത് നല്ല ക്രൈം പാർട്ട്ണർ അതാ അടുത്ത ആള് മെയിൻ അമ്മമ്മന്റെ ഗിഫ്റ്റ് കുറവി ഇത് പൊട്ടിച്ചോട്ടെ ആ പൊട്ടിച്ചോ നടുക്കോടല്ലേ ഒരു കുഞ്ഞു പേശ് കുറ്റിക്കുപ്പാൻ ചെറുതായിരിക്കാൻ ചാടുന്നുണ്ട് എന്താ പിന്നെ ഷാർജ മുട്ട ഓടി നടക്കും ഏത് വേണ്ടി അത് പറഞ്ഞിടാം എടുക്കും ഇത് മേടിക്കണം തുറന്നു നോക്കിയേ തുറന്നു നോക്ക് തുറന്നു നോക്ക് ആ വലിക്ക് ആ വലി പൂർവമി പൂർവമി ആ പൂർവമിന്റെ ജാക്കറ്റാ ടവല കുറോമിയുടെ ബുഷ് വേറൊരു കുറോമി പട്ടി ഫുൾ കുറോമി അതെടുക്കും കിഷി
ഫുൾ കുറോമയാണല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ ഞാൻ കാണാതെ ഇവള് ചൂടിയത് അവിടെ പോയി തീർന്നില്ല. കുറോമിയുടെ മാല കുറോമിയുടെ നോക്ക് വൈബ്സ് കുറോമിയുടെ സെറ്റ് വൈബ്സ് ജെസിക്ക നന്നായിട്ട് സ്പ്രേ അടിച്ചിട്ടുണ്ടോ കേട്ടോ സത്യമായിട്ടോ. ജെസിക്ക താങ്ക് യു അല്ല ഞാൻ എനിക്ക് ഇതിനകത്ത് ഇന്നത്തെ ടയറില്ലെങ്കിൽ എന്നെ വണ്ടിക്ക് നന്ദമോള് ഗിഫ്റ്റ് കൊടുത്തിട്ട് ഓടിക്കുന്നുണ്ട്. നന്ദമോൾ ഓടിച്ചേ വാ ഓടിക്ക റൈഡ് മാറി തിരിച്ചു വാ. ഞാൻ ഫുൾ കളർഫുള്ള് ഞാൻ മുസ്തുന്റെ ഓട്ടാണൊക്കെ ഫുൾ ലൈറ്റെല്ലാം ഉണ്ട്. അപ്പോൾ guys, until next time. Ta-da, bye bye. Signing off. ടാറ്റ പറഞ്ഞു പോന്നു. സൈനിങ് ഓഫ്. എല്ലാവരും ടാറ്റ പറഞ്ഞു. ഷിനോ ബ്രോ ഒരു ടാറ്റ പറയോ? നേരെ എടുത്തോട്ടെ. ഒന്നുകൂടെ വാ. തിരിക്കട്ടെ ആ ചിരിച്ചു. ഓക്കെ ഞാൻ പോവാണ്. ഇതിനല്ലേ പറയാനുള്ളത്. ആയിക്കോട്ടെ. റബ്ബർ ഉണ്ടോ? റബ്ബറല്ലത് മണി പ്ലാന്റ് പോട്ടാ. മണി പ്ലാന്റ് നോക്കിയില്ലല്ലോ നോക്ക് ചിടിച്ച് നോക്കിയില്ല കേട്ടോ. എത്രയേ ഉള്ളൂ സത്യം. എല്ലാവരും ബൈ. എല്ലാവരും വീഡിയോ കാണണേ. നീയും പോ ബൈ. Channel അയച്ചിട്ടാ. ടാറ്റ പറഞ്ഞു. ടാറ്റ Bye 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 bye. ബൈ. നമ്മളും പോവും. നമ്മളെപ്പോ പോകുന്നത് നന്ദല മോക്ഷയ്ക്ക് സ്വാഗതം. ദീപു കുഞ്ഞുവാവ പറയുമാണ് ദീപു കുഞ്ഞാവയ്ക്ക് സ്കൂളിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഈ സാധനത്തിനെ കൂടെ കൊണ്ടുപോകുന്നു. എന്റെ പോപ്പർ വീഡിയോ എടുത്തോ. പൊട്ടിക്കുന്നില്ല നന്ദല. പൊട്ടിച്ചാ ഞാൻ ഇതിനെ കൊല്ലും. അല്ലെങ്കിൽ പൊട്ടിക്കുന്നില്ല വീണക്കല്ലേ തിരിച്ചേ. ഞാൻ കാണിക്കില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെ ഒരു പോപ്പ് പൊട്ടിക്കാന്നാണ് നന്ദന നമുക്ക് കാണിച്ചത്. ഇല്ല. ഇപ്പൊ നമ്മളെ കൂടെ വ്ളോഗ് ചെയ്യുന്നത് ഞാൻ പൊട്ടിച്ച എന്നെ അവര് തലമണ്ട അടിച്ച് കൊല്ലും. ആര് കൊല്ലും? എന്നെ കൊല്ലും. ആര് കൊല്ലും? രമാദേവിയും ചിന്നു. എന്നാലും പൊട്ടിച്ചോ നമുക്ക്. ചിന്നുവിനെ ഞാൻ- ഇവന്റെ തലയിലിടാം നമുക്ക്. ചിന്നുവിനെ ഞാനോ അവന്റെ വായിലേക്ക് ഇട്ട് പൊട്ടിക്ക. ജഗതി പറയുന്ന ഇവന്റെ വാലിരുന്ന് പൊട്ടിയാൽ ആ പോപ്പ് പൊട്ടിക്കെങ്കിൽ ഇപ്പൊ ഞാൻ കാണാൻ പോകുന്ന ഇതിനെ കൊല്ലാൻ പോകുന്നത് ആരെ കൊല്ലാൻ പോകുന്നു? കാർത്തിക് ബാബുജി. എന്നാ എടുത്തെടുക്ക്. ഇതിനെ ഞാനിപ്പോ കൊല്ലാൻ പോകുന്നതാണ് സീൻ കാണാൻ പോകുന്നത്. താങ്ക് യു. എന്ത് വെച്ചാണ് കൊല്ലാൻ പോകുന്നത്? ഈ പോപ്പർ വെച്ച് അടിക്കുമ്പോ നല്ല വേദനയാണല്ലോ. അടിച്ചേ കൊന്നവനെ. ഞാൻ പറയില്ല അത് നല്ല വേദന. പോപ്പർ ഗൈസ് ക്യാമറ ചാടി ഗൈസ്. ഓടി തോറ്റോടി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ പറമ്പൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇതാ നന്ദല ഇവിടെയുണ്ട്.
ഹായ് നന്ദല. ഇതാ അമ്മ ഇവിടെ ഉണ്ട്. ഇതാ ചിന്നു റെഡിയായി. ചിപ്പി ചേച്ചി ഇതാ ബാഗൊക്കെ എടുത്ത് റെഡിയായി. ഇതാ ചേട്ടൻ്റെ കൈശിൽ ലോഡൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയ ദുബായ് ഷാർജ ബോർഡറിലേക്ക് എത്തി. ഇപ്പം ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് ബസ് കയറും. അപ്പോൾ ഗൈസ് അങ്ങനെ നീണ്ട യാത്രയിൽ നമ്മളിവിടെ ബുർജുമാൻ എത്തി. സ്റ്റേഡിയത്തിൽ നിന്ന് മെട്രോ വരെ നേരെ ഇവിടെ ബുർജുമാൻ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഒന്ന് അമ്മനെ കാണാൻ പോകും. അവളെ സൈഡാണ്. അവളെ ഒന്ന് കാണണം. നേരെ തിരിച്ചു പോകണം. ഇതാ ഇവനുണ്ട് കൂടെ. ഇതാ ഈ കുരിപ്പിനെ അവിടെ ഇറക്കണം. ദിവ്യ ചേച്ചി ഓക്കെ. അപ്പോൾ ശരിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ കാണുന്നതായിരിക്കും. എല്ലാവരോടും ബൈ ബൈ.